ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ പോയിൻറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ് എന്നതാണ് ഇന്നത്തെ മെയിൻ പോയിൻറ്റ്സ്. അപ്പം ഇതിൽ നോട്ട്സുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ ക്ലാസ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ ലൈൻസ് ദാറ്റ് കണക്റ്റഡ് ടു ദ കോയിൽ ഓഫ് ഇലക്ട്രിക് അയൺ. അതായത് ഇലക്ട്രിക് അയണിൽ 3 ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫേസ്, സെക്കൻഡ് വൺ ഈസ് ന്യൂട്രൽ ആൻഡ് തേർഡ് വൺ ഈസ് എർത്ത് ലൈൻസ്. അതാണ് അതിൻ്റെ ആൻസേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദ ഫേസ് ലൈൻ കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് എ ബോഡി ഓഫ് ദ അപ്ലയൻസ് ഡ്യൂ ടു ഡിറ്റക്ട് ഇൻ ദ ഡിഫെക്ട്സ് ഇൻ ദ ഇൻസുലേഷൻ, what happens to the person who touches the body of earthing for better safety appliance? The person will get shock എന്നാണ് ഇതിൻ്റെ ആൻസർ. അതായത് if the face line comes into contact with the body of the appliance due to defects in insulation, what happens to the person who touches the body of earthing for better safety appliance? അതായത് ഈ ഡിഫക്ട്സ് നമ്മൾ ഇൻസുലേഷൻ തരാറുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കും എന്നുള്ളത് ഉറപ്പാണ്. യെസ്. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ സേഫ്റ്റി ബി എൻഷ്യൂർഡ് യൂസിങ് 3 പിൻ പ്ലഗ്. എങ്ങനെയാണ് സേഫ്റ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ദ പിൻ എർത്ത് ഇ ഓഫ് 3 പിൻ പ്ലഗ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എർത്ത് ലൈൻ. ദിസ് പിൻ ഈസ് നൗ കണക്റ്റഡ് ടു ദ ബോഡി ഓഫ് ദ അപ്ലയൻസ്. If at all the body comes in contact with the electric connection, electricity flows to the earth through the earth wire. The flow of current of the earth through the circuit of low resistance increases the current. As a result, heat generated in the fuse wire increases, the circuit gets broken. This ensures the safety of the instrument and person handling it. ഇത്രയാണ് സേഫ്റ്റി നമുക്ക് കിട്ടുന്നത് 3 പിൻ യൂസ് ചെയ്താലുള്ള. Then which line comes to contacts with the pin E? എർത്ത് ലൈനാണ് എന്തുമായിട്ട് ഇ എന്ന് പറഞ്ഞ പിന്നുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇ എന്ന പിന്നിന് മറ്റും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന് തിക്നെസ് കൂടുതലാണ്, അതുപോലെ തന്നെ ലെങ്ത്ത് കൂടുതലാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അങ്ങനെ ലെങ്ത്തും തിക്നെസ്സും കൂടുന്നത് കൊണ്ട് ഒരുപാട് യൂസസും ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹൗ ഡസ് ദ എർത്ത് പിൻ ഡിഫർ ഫ്രം ദ അതർ പിൻസ്? Why it is made different in this way? The length and thickness of the earth pin is more than that of the other pins. Since the length is more, when 3 pin is introduced into the socket, the earth pin comes into contact with the circuit first. When the 3 pin is pulled out in the socket, the earth pin will be last to break the contact. Hence, complete safety is ensured by the 3 pin plug. Since thick copper wire is used as the earth wire, as path of low resistance is created, electricity can be flowed to the earth through this paths. അപ്പം അതാണ് എർത്ത് പിന്നിന് മറ്റു പിന്നിൽ നിന്നുള്ള ഡിഫറൻസ്. Then which part of the instrument is connected to the earth line? The earth line is connected to the body മെറ്റൽ കാസിങ്. അതായത് നമ്മൾ മെറ്റൽ പാർട്ട് ഏതാണുള്ളത് ആ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്ലയൻസിൻ്റെ. ഓക്കെ. ദെൻ ഇനി ഹോംവർക്ക് കൂടിയുള്ള ഭാഗമാണ് ചോദിക്കുന്നത്. ക്ലാസിഫൈ ദ ഡിവൈസ് നോൺ ടു യു ദോസ് വർക്കിംഗ് ഇൻ AC ആൻഡ് DC. നമ്മുടെ പല ഇൻസ്ട്രുമെൻസും ചിലതൊക്കെ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്, ചിലതൊക്കെ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ പ്ലഗിൽ കുത്തുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും എല്ലാം AC-യിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്ന എന്തിലാണ്, DC-യിലാണ്. നമ്മൾ അതിൻ്റെ അഡാപ്റ്റർ അതിന് എന്ത് ചെയ്യണം, AC-യെ DC ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് AC-യിലാണ് ഫാന്, ഫ്രിഡ്ജ്, ഇലക്ട്രിക് അയണൊക്കെ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ദോസ് ഹു വർക്കിംഗ് ഇൻ DC എക്സാമ്പിളാണ് കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺസ്, വാച്ച്. ഇതൊക്കെ എന്താണ്, DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ AC-യെ DC ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അതിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സംഭവം ഡയോഡ്. ആസ് എ റെക്ടിഫയർ ആയിട്ട് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് AC ഇൻറ്റു DC. AC-യെ DC ആക്കി മാറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ്, ഡിവൈസിനെ പറയുന്ന പേരാണ് എന്തെന്ന്, റെക്ടിഫയർ. മൊബൈൽ ചാർജർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് AC ഇൻറ്റു DC. AC is converted into DC after lowering 20 volt AC into 12 volt. അതായത് നമുക്ക് 230 വോൾട്ട് AC ആണ്, അല്ല അതന്നെ 230 വോൾട്ട് AC ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 12 വോൾട്ടായിട്ട് കുറയ്ക്കുന്നത്. 230 വോൾട്ട് AC നമുക്ക് വേണ്ട, DC ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ വോൾട്ട് മാത്രം മതി. ആദ്യം അതിനവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നു,
12 വോൾട്ട് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ 6 വോൾട്ട് ആക്കി മാറ്റുന്നു ആസ് റിക്വയർസ് ഫോർ ദ ഡിവൈസ് യൂസിങ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഓർ ഇൻഡക്ടർ. അപ്പം അത്രയും വോൾട്ട് വേണ്ട നമുക്കപ്പം വോൾട്ട് കുറയ്ക്കാൻ വേണ്ടി ഇൻഡക്ടറോ അല്ലെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ദെൻ ദ മെയിൻ പാർട്ട് ഓഫ് ദ റെക്ടിഫയർ ഈസ് ദ ഇലക്ട്രോണിക് കമ്പോണൻസ് നെയ്മഡ് ഡയോഡ്. ദിസ് കണ്ടക്ട്സ് കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പം ഡയോഡാണ് റെക്ടിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എ സിയെ ഡി സി ആക്കാൻ റെക്ടിഫൈ ചെയ്യാൻ ഡിവൈസ് യൂസ് ചെയ്യുന്ന ഏതാണ്? ഡയോഡാണ്. ഓക്കെ, ദെൻ ഇനി ഒരു വർക്ക് ഷീറ്റ് കൂടി ഉണ്ട് ഇതിൽ. ക്ലാസിഫൈ ദ ഡിവൈസസ് ഇൻ യുവർ ഹോം ദോസ് വർക്കിംഗ് ഇൻ എ സി ആൻഡ് ഡി സി. അപ്പം അത് ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ കണ്ടെത്തുക. അപ്പം ഈ നോട്ട് എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ മറക്കരുത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.